ഈജിപ്തിനെതിരായുള്ള പോരാട്ടം 2 ഗോളുകൾക്ക് 79 മിനിറ്റ് വരെ പിന്നിൽ നിന്ന അർജന്റീന അവസാന 10 മിനിറ്റുകളിൽ 3 ഗോളുകൾ അടിക്കുന്നു. അർജന്റീന ആരാധകർക്ക് ഇത്രത്തോളം രോമാഞ്ചം നൽകിയ മറ്റൊരു പോരാട്ടമുണ്ടോ എന്നത് വീണ്ടും തിരയേണ്ടിയിരിക്കുന്നു. അത്രത്തോളം രോമാഞ്ചം നൽകിയ പോരാട്ടം. കാരണം 79 മിനിറ്റ് വരെ കുത്തുവാക്കുകൾ കൊണ്ട് നോവിച്ച അർജന്റീന ആരാധകർക്ക് അവരെ താഴ്ത്താൻ വെറും 10 മിനിറ്റിൻ്റെ സമയം മാത്രമേ വേണ്ടി വന്നുള്ളൂ. മെസ്സി 5 മിനിറ്റിനിടെ ഒരു അസിസ്റ്റും ഒരു ഗോളുമായി കളം നിറയുന്നു. പിന്നെന്തു വേണം? മത്സരം അവസാനിക്കുമ്പോൾ അർജന്റീന 3-2 വിജയിച്ച് ക്വാർട്ടർ ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കുന്നു. അവിശ്വസനീയമെന്ന വാക്കുകൊണ്ടല്ലാതെ ഈ മത്സരത്തിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? തിരിച്ചു വരുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലാത്ത മത്സരം. ഒടുക്കം അർജന്റീന തിരിച്ചു വന്ന രാത്രി. ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരായ കൊളംബിയയെ മറികടന്നുകൊണ്ടാണ് യൂറോപ്യൻ വമ്പന്മാരായ സ്വിറ്റ്സർലാൻഡ് യോഗ്യത നേടിയത്. അർജന്റീനയെ ക്വാർട്ടറിൽ കാത്തിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡാണ്. മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അർജന്റീനയെ നേരിടും മുമ്പ് അവരുടെ പരിശീലകനായ മുറാറ്റിയാക്കിന്റെ വാക്കുകൾ കേൾക്കൂ. അദ്ദേഹം പറയുകയാണ്, അർജന്റീന ശക്തരാണ്, പക്ഷേ ഞങ്ങൾക്ക് തോൽപ്പിക്കേണ്ടതുണ്ട്. അവരെ തോൽപ്പിക്കാൻ സാധിക്കും. അർജന്റീന ടീമിലും വലിയ കുഴപ്പങ്ങളുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. അത് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് 2 മത്സരങ്ങളാണ്. മറ്റുള്ള ടീമുകളെ പോലെ അവരെയും വേദനിപ്പിക്കാൻ കഴിയും, അവരുടെ ബോക്സിലേക്കും ഇരച്ചു കയറാൻ കഴിയും. അവരുടെ ടീമിലെ പ്രശ്നങ്ങൾ കൃത്യമായി കാണാൻ സാധിക്കും. സ്വിറ്റ്സർലാൻഡ് പരിശീലകന്റെ വാക്കുകളാണിത്. സ്കലോണിയുടെ പ്ലാനിങ്ങുകൾക്ക് കുഴപ്പം സംഭവിച്ചോ? സ്കലോണി കാത്തു സൂക്ഷിച്ചു വെച്ച പ്ലാനിങ്ങുകൾ എതിർ ടീമുകൾക്ക് കൃത്യമായി പഠിക്കാൻ സാധിച്ചിട്ടുണ്ടോ? കെപ്പവർദ്ധക്കെതിരായുള്ള പോരാട്ടത്തിൽ 2 തവണയാണ് അർജന്റീന ലീഡെടുത്തത്. 2 തവണയും അർജന്റീന ഗോൾ വഴങ്ങി മത്സരം സമനിലയിലേക്ക് എത്തിച്ചു. മത്സരത്തിന്റെ അവസാന നിമിഷ ഗോളിലാണ് അർജന്റീന വിജയിച്ചു കയറുന്നത്. പ്രതിരോധത്തിലേക്ക് എത്ര വേഗമാണ് സപ്ലൈകൾ വരുന്നത്! സ്കലോണി കൃത്യമായി മത്സരശേഷം തന്നെ പറഞ്ഞു, മധ്യനിരയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അർജന്റീനയുടെ പഴയതുപോലുള്ള 2022 വേൾഡ് കപ്പിൽ നടന്നതുപോലുള്ള ഹൈ പ്രസിംഗ് നടക്കുന്നില്ല. ഹൈ പ്രസിംഗിന് കോട്ടം സംഭവിച്ചിട്ടുണ്ട്. അർജന്റീനയുടെ ഫിസിക്കാലിറ്റിയെയും മറ്റു ടീമുകൾ ചോദ്യം ചെയ്തു തുടങ്ങി. സ്കലോണി കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അർജന്റീൻ ടീമിലെ പ്രശ്നങ്ങൾ എന്തെന്ന് കെപ്പവർദ്ദേ തുറന്നു കാട്ടിയതായിരുന്നു ആ മത്സരത്തിൽ. മധ്യനിരയിൽ എങ്ങനെ അർജന്റീനയെ നേരിടണം, എങ്ങനെ കൗണ്ടറുകൾ നടത്തണം, കൃത്യമായി കെപ്പവർദ്ദേ താരങ്ങൾ ഫുട്ബോൾ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു, ഇതാ ലോകവമ്പന്മാരെ ഞങ്ങൾ വിറപ്പിച്ചിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അർജന്റീന ഞെട്ടിയ ദിവസമായിരുന്നു അത്. ഈജിപ്തിനെതിരെ കളത്തിലിറങ്ങുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം. ഹൈ പ്രസിംഗിലേക്ക് അർജന്റീന മികച്ച രീതിയിൽ നീങ്ങണം. എൻസോക്കും മാക്കലിസ്റ്ററിനും അറ്റാക്കിംഗ് തേർഡിൽ കളിമെനയാനുള്ള ഫ്രീ സ്പേസ് ഒരുക്കണം. ഈജിപ്തിനെതിരെ സ്കലോണി തിയാഗോ അൽമേഡയ്ക്ക് പകരം മധ്യനിരയിൽ ലിയാൻഡ്രോ പെരഡസ് എന്ന അർജന്റീന ഡിഫൻസീവ് മിഡ്ഫീൽഡറെ സ്ഥാനമേൽപ്പിക്കുമ്പോൾ സ്കലോണി പലതും തീരുമാനിച്ചിട്ടുണ്ടാകണം. അൽമേഡയ്ക്ക് പകരം ലിയാൻഡ്രോ പെരഡസിനെ ആദ്യ ലെവലിൽ ഇറക്കിയത് ശരിയായിരുന്നുവെന്ന് മത്സരം തെളിയിച്ചു. പക്ഷേ അർജന്റീന മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ വഴങ്ങിയ ഗോളാണ് എല്ലാത്തിൻ്റെയും പണിപാളിയത്. പെരഡസിനെ ഇറക്കിയാൽ എൻസോയും മാക്കലിസ്റ്ററും ഫ്രീ ആകുമെന്നുള്ള സ്കലോണിയുടെ ആ ഉദ്ദേശവും നടന്നു. പക്ഷേ ഈജിപ്തും അർജന്റീൻ മധ്യനിരയിൽ പലതവണ കൗണ്ടറുകൾ കൊണ്ട് വിതച്ചു. അർജന്റീന ഹൈ പ്രസിംഗിന് വലിയ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. ഈജിപ്തിനെതിരായുള്ള പോരാട്ടത്തിൽ ലിയാൻഡ്രോ പെരഡസ് എങ്ങാനും ടീമിൽ ഇല്ലായിരുന്നുവെങ്കിൽ മത്സരം ചിലപ്പോൾ അർജന്റീന തോറ്റെന്നു വരാം. അദ്ദേഹത്തിൻ്റെ അവസാന ക്ലാസിക്കൽ ടാക്കിളുകളൊക്കെ അതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. എങ്കിലും മധ്യനിരയിലുള്ള അർജന്റീൻ താരങ്ങളുടെ ഹൈ പ്രസിംഗിന് കോട്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് തുറന്നു തന്നെ പറയണം. കാരണം എതിർ ടീമുകളിൽ നിന്ന് പന്ത് റിക്കവർ ചെയ്യാൻ പഴയതുപോലെ അർജന്റീൻ താരങ്ങൾക്ക് സാധിക്കുന്നില്ല. കെപ്പവർദ്ദേ എന്ന കുഞ്ഞു രാജ്യം അർജന്റീനയുടെ മധ്യനിരയിലും ഡിഫൻസിലുമുള്ള പോരായ്മകൾ ഫുട്ബോൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സ്കലോണിയുടെയും അർജന്റീനയുടെയും രഹസ്യങ്ങൾ മറ്റു ടീമുകൾക്ക് കാണാപ്പാഠമായോ? സ്കലോണിയുടെ സിസ്റ്റം വിജയിക്കുമെങ്കിൽ അടുത്ത മത്സരം അതിനിർണായകമാണ്. വീണ്ടും മധ്യനിരയിലെ പരാജയം അർജന്റീന ഏറ്റുവാങ്ങിയാൽ അർജന്റീനയുടെ വേൾഡ് കപ്പിൽ നിന്നുള്ള പുറത്താവലിന് വരെ കാരണമാകും. പക്ഷേ ഇത് സ്കലോണിയാണ്. അയാൾ എന്ത് കരുതുന്നു എന്ന് മറ്റാർക്കും ചിന്തിക്കാൻ സാധിക്കില്ല. ആദ്യം സ്കലോണി എതിർ ടീമുകളെ കുറിച്ച് പഠിച്ച് ഗ്രൗണ്ടിൽ നടപ്പാക്കിയാണ് സ്കലോണിയുടെ പതിവ്. അദ്ദേഹം അത് തന്നെ ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ അർജന്റീന ആരാധകരുമുള്ളത്. സ്വിറ്റ്സർലാൻഡ് അർജന്റീന മത്സരത്തിൽ ആര് വിജയിക്കും? നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.